ഹായ് എല്ലാവർക്കും നമസ്കാരം. സന്തോഷം നമസ്കാരം. നമസ്കാരം നമസ്കാരം. ഇതെന്താണ് സംഭവം? ഇതാണ് അടിപൊളി പരിപാടിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ നടുവേദനയും മുട്ടുവേദനയും അതുപോലെ എല്ലാ പ്രശ്നമുണ്ട്. മുട്ടുവേദന എന്ന് പറഞ്ഞാൽ കൈയും കാലും നല്ല വൃത്തിക്ക് നോക്കാൻ പറ്റുന്നില്ല. രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ നല്ല പെരുപ്പും ഒക്കെയാണ്. അതിന് നമ്മുടെ ഈ ചങ്ങലമ്പരണ്ട എണ്ണ എന്ന് പറഞ്ഞ സാധനമുണ്ട്. 47 കൂട്ട് മെഡിസിനായത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടറുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഡോക്ടറെയും കൂടെ സാന്നിധ്യം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എണ്ണ എടുക്കുക. ഇത് 1000കണക്കിന് ആൾക്കാർ റിസൾട്ടുള്ള സാധനമാണ്. എന്നിട്ട് പഞ്ഞിയിൽ ഇങ്ങനെ ഒന്ന് മുക്കണം. മുക്കിയിട്ട് ആ മുക്കിയ ഭാഗം മുട്ടുവേദനയുള്ള സ്ഥലത്തേക്ക് വെക്കുക. ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് ഇച്ചിരി എണ്ണ ശാലം കൊണ്ട് ഒഴിക്കണം. ഒഴിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. ഇത് കറക്റ്റ് ആ ഒരു എണ്ണ നമ്മുടെ ഇപ്പം ഈ മുട്ടിൻ്റെ ഇത്രയും ഭാഗത്താണ് വേദന എന്നുണ്ടെങ്കിൽ ആ മുട്ടിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വെക്കുക. എണ്ണ കറക്റ്റായിട്ട് അങ്ങ് വെക്കുക. എപ്പോഴാണ് വെക്കേണ്ടത്? ഇതിപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് കെട്ടുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ശകലം എണ്ണയും കൂടെ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് ചെയ്യുക. അപ്പോൾ അടിയിലോട്ട് ഇറങ്ങിക്കോളും. വേണ്ടേ ഇങ്ങനെ എണ്ണ കറക്റ്റ് ചെയ്യുക. പഞ്ഞിയാകുമ്പോൾ ഒട്ടിയിരിക്കും. മാത്രമല്ല ഈ നനവ് ഈ എണ്ണ എപ്പോഴും ഇതിനകത്ത് തന്നെ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഇതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ തുണികളുണ്ടാവും. ഏത് തുണിയാലും കുഴപ്പമില്ല. കോട്ടൺ തുണിയാണ് ഇച്ചിരി നല്ലത്. എന്നിട്ട് ഇങ്ങനെ ഇത് കറക്റ്റാക്കി അങ്ങ് കെട്ടുക. നമ്മൾ കിടക്കുമ്പോൾ കാല് നൂത്തില് നിൽക്കുന്നത് ആ നൂത്ത രീതിയിൽ തന്നെ അങ്ങ് കെട്ടുക. വലിച്ചു വെക്കുക. ഇതുപോലെ കെട്ടി കറക്റ്റ് ചെയ്യുക. ഇപ്പം ഇങ്ങനെ ഇദ്ദേഹം ഇപ്പം ഒരു 3-4 ദിവസം കൊണ്ട് കെട്ടുന്നുണ്ട് ഇങ്ങനെ. അപ്പം ആ കെട്ടിയതിൻ്റെ വ്യത്യാസം അദ്ദേഹത്തിനോട് ചോദിക്കുകയും ചെയ്യാം നമുക്കൊന്ന്. എങ്ങനെ ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് കാണിച്ചത്. ഇതിങ്ങനെ ചെറുതായിട്ട് ഒരു ഇതൊക്കെ ഇട്ട് നമുക്ക് ഒത്തിരി വലിയ പരിപാടിയൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് കെട്ടി വെക്കുക. അപ്പം നാളത്തെ തുണി ഇതേപോലെ തന്നെ കറക്റ്റ് വെച്ച് പഞ്ഞി മാത്രമേ നമുക്ക് അഡീഷണൽ ആയിട്ട് വാങ്ങിക്കേണ്ടതായിട്ട് വരത്തുള്ളൂ. ഇങ്ങനെ കെട്ടി വെച്ച് കിടന്നുറങ്ങുക. ഇനി ഇനി പുള്ളി അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. നമുക്കിത് എങ്ങനെ ഉണ്ടായിരുന്നു നേരത്തെ? എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. കാല് നോക്കാനും മടക്കാനും ഒക്കെ വലിയ പാടായിരുന്നു. ഇപ്പോൾ ഇത് ഒരു 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് വളരെ ആശ്വാസമുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. ഇതിന്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ എണ്ണയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒരു ദിവസം മൊത്തം നമുക്ക് കിട്ടും. ആ കെട്ടി വെച്ച് കഴിഞ്ഞാൽ രാത്രി കെട്ടി വെച്ചിട്ട് കിടക്കാൻ പറ്റും. ഇപ്പൊ ആ കുത്തിവലിപ്പും വേദനയും വളരെ കുറവുണ്ട്. അപ്പൊ ഇതൊരു ഏകദേശം ഒരു ബോട്ടിൽ 2 ബോട്ടിലൊക്കെ ആകുമ്പോൾ തന്നെ നല്ല വ്യത്യാസം. വർഷങ്ങൾ കൊണ്ട് ഉള്ള ഒരു സംഭവമായിരുന്നു. വേദനയായിരുന്നു. ആദ്യം ഈ വാദത്തിന്റെ ആന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്ന. അപ്പൊ ഇത് ഇങ്ങനെ ഈ എണ്ണയിലുള്ള ഒരു വ്യത്യാസമാണ്. ഇപ്പൊ അടുത്ത ആളോട് നമുക്ക് ഇതുപോലെ ചോദിക്കാം. നേരത്തെ ഇദ്ദേഹത്തിന് മുട്ടു മടങ്ങത്തില്ലായിരുന്നാ പറയുന്നത്. ഇപ്പൊ എനിക്ക് എഴുന്നേക്കുകയും ചെയ്യാം. കുനിഞ്ഞിട്ട് നൂരാൻ പറ്റുമല്ലോ ഇല്ലയോ? അങ്ങനെയെല്ലാം മുട്ടു മടക്കി എല്ലാ കാര്യങ്ങളും പറ്റും. എനിക്ക് എഴുന്നേക്കാനും കക്കൂസിലിരിക്കാൻ തന്നെ വലിയ പാടായിരുന്നു. ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എണ്ണയുടെ ഗുണം അതാ. നമുക്ക് അടുത്ത സുഹൃത്തിൽ നിന്ന് പരിചയപ്പെടാം. അണ്ണാ പേര്? എൻ്റെ പേര് തുളസി. സ്ഥലം എവിടാ? സ്ഥലം പുത്തൂര്. എന്തുവായിരുന്നു പ്രശ്നം? എനിക്ക് നല്ല നടുവേദനയായിരുന്നു. ബാത്റൂമിൽ പോകാൻ പോലും വയ്യായിരുന്നു. എണ്ണീച്ചിട്ട് ഇരിക്കാനും ഒന്നും വയ്യായിരുന്നു. അപ്പം നല്ല രീതിയിൽ മുട്ടു നടക്കാതെ നോക്കിയും എല്ലാം ചെയ്യും. വയസ്സ് 18 വയസ്സായെങ്കിൽ ഇപ്പം നല്ല നടുവേദനയും മാറി മുട്ടുവേദനയും മാറി. നല്ല നമ്മുടെ ഈ എണ്ണ എങ്ങനെ ഉപയോഗിച്ചത്? തേച്ചിട്ട് പഞ്ഞി വെച്ചിട്ട് നല്ലോണം നടുവിൽ വെച്ചിട്ട് നല്ലോണം തുണി വെച്ച് നല്ലോണം കെട്ടി വരിഞ്ഞിട്ട് കിടക്കുക. എന്നിട്ട് അഴിച്ചു കളയുക. അപ്പം നടുവേദനയായാലും മുട്ടുവേദനയായാലും കൈകാൽ കഴപ്പ് പെരുപ്പ് ഇങ്ങനെയുള്ള സാധനത്തിനെല്ലാം നല്ല വ്യത്യാസമുണ്ട്. 47 കൂട്ടോളം മെഡിസിൻ ഉള്ളതാണ്. അതിനും അപ്പുറം ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ശ്രീത്ത് ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതിയിലാണ് നമ്മളിത് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത്. സന്തോഷം. ഈ സംഭവത്തിന്റെ പേര് ചങ്ങലമ്പരണ്ട അല്ലേ? ചങ്ങലമ്പരണ്ട എണ്ണയാണ്. പക്ഷേ ചങ്ങലമ്പരണ്ടയുടെ നരമ്പോടിലോട്ട് 47 കൂട്ട് മെഡിസിനാണ് ചേരുന്നത്. ഇതൊരു കൂട്ടാണ്. ആ കൂട്ടിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. റിസൾട്ട് വർഷങ്ങളായിട്ട് ചെയ്യുന്നത്. വേണ്ടവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്പറുണ്ട്. കമന്റ് ബോക്സിൽ നമ്പറുണ്ട്. ആ നമ്പർ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് അഡ്രസ്സും പിൻകോഡ് നമ്പറും വിളിച്ചാൽ കിട്ടുന്ന നമ്പറോട് ചേർത്ത് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലെത്തും.